ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ വിഭവമായ ഇഞ്ചമ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നൊക്കെ പറയണ പലരും പല രീതിയിലാണ് പല നാട്ടിലേക്കും പറയുക. അപ്പോൾ ഈ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്കായിട്ട് ഒരു 3 കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലിപ്പമുള്ള 3 കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി പൊടിയായി അരിയണ രീതിയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതങ്ങനെ 3 കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഒരു മധുരനാരങ്ങയുടെ വലിപ്പമുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മധുരനാരങ്ങയുടെ വലിപ്പം എന്ന് പറയുന്നത് കുരുള്ള പുളി ആയതുകൊണ്ട് കുറച്ച് വലിപ്പത്തിലെടുത്തു. അത്യാവശ്യം ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പം മതി കുരു ഇല്ലാത്ത പുളിയാണെങ്കിൽ. പിന്നെ അതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കരയും കൂടി വേണ്ടി വരും. അത് മുഴുവനായിട്ട് ഒരുമിച്ച് ഇടരുത്, കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഈ പുളി 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ തിരുപ്പി പിഴിഞ്ഞ് ഒഴിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ 300 മില്ലി കൊള്ളണ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം പകുതി ഒഴിച്ചിട്ട് ഒരിക്കൽ നന്നായി തിരുമ്പി പിഴിഞ്ഞ് വീണ്ടും ആ പുളിയുടെ ചണ്ടിയിലേക്ക് വീണ്ടും ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നല്ല ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പുളി മുഴുവൻ പിഴിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിരുമ്പി പിഴിഞ്ഞെടുത്താലേ പുളി മുഴുവൻ പോരുള്ളൂ. അപ്പോൾ ഈ പുളി വെള്ളം ഈ ചട്ടിയിൽ ഒഴിച്ചു. ഒരു 6 പച്ചമുളക് അരിഞ്ഞത്, 6 പച്ചമുളക് അരിഞ്ഞത് അതിലിട്ടു. പിന്നീട് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ പുളിവെള്ളത്തിൽ ഇടണം. 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് വേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഇത് തിളയ്ക്കാൻ വയ്ക്കണം. അപ്പം അങ്ങനെ അത് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് അത് തിളയ്ക്കാൻ വയ്ക്കും. അത് തിളച്ച് വറ്റണ നേരത്ത് ഇവിടെ വേറെ ഒരു പണി ചെയ്യാം. വേറൊരു അടുപ്പ് കത്തിച്ച് അതിൽ ഒരു പാൻ വയ്ക്കണം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, ഈ പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വാടാൻ ഒരു എളുപ്പം കൂടി കിട്ടും. കുറച്ചൊരു തരി ഉപ്പിടുക, ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. അപ്പം അങ്ങനെ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വഴറ്റി ഒരു പകുതി വാടി മണം മൂത്ത മണം വരും ഏകദേശം. അപ്പം അങ്ങനെ വാടി വന്ന ഇഞ്ചി ഈ പുളിയിഞ്ചി തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിയിഞ്ചിയിൽ ഇടണം. ഇഞ്ചി വാട്ടിയിട്ട് പകുതി വറവായിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഈ പാൻ വെച്ചു, അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിൽ ഈ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടുക. ഈ ഇഞ്ചി ഇട്ടിട്ട് അതിൽ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കണം. കുറച്ച് കായപ്പൊടി, 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടിയും ചേർത്ത് പകുതി നല്ലപോലെ വാടി വരുമ്പോൾ അത് ഈ ഇഞ്ചമ്പുളിയിലേക്ക് ഇടും. പണ്ടൊക്കെ പച്ച ഇഞ്ചി അരിഞ്ഞിട്ടാണ് ഇട്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ വലിച്ചിടുമ്പോൾ. നമ്മൾ പച്ച അരിഞ്ഞിട്ട് അങ്ങനെ തന്നെ അരിഞ്ഞ് എല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിക്കലാണ് പതിവ്. അപ്പോൾ ഈ ഇഞ്ചി വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇഞ്ചി വറുത്തിട്ട് അതിൽ ഒന്ന് വാടാൻ വേണ്ടി ഒരു ഉപ്പ് ഇടുന്നുണ്ട്. മൂപ്പിച്ച കായാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണം കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി അതും കൂടി ഇട്ട് മൂപ്പിച്ച് അതിട്ട് ഒഴിച്ചു. ഇനി അത് നന്നായിട്ട് തിളച്ച് വറ്റണം. ഈ പുളി നല്ലപോലെ വറ്റി 3/4 ഭാഗം വറ്റി വരുമ്പോൾ അതിൽ ശർക്കര ഇടാം, ഉപ്പ് ഇടാം. അപ്പോൾ ഇത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് പിന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാവർക്കും ഇപ്പോൾ പഴയ കറികൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നില്ല. ഒക്കെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നതൊക്കെയാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതികളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എപ്പോഴും അവർ പ്രിസർവേറ്റീവൊക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും കൂടുതലും വരിക. നമ്മളിപ്പോൾ അത് ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഇട്ടുണ്ട്. ശർക്കര എപ്പോഴും നമ്മൾ എടുത്ത് വെച്ച ശർക്കര ഒന്നിച്ചിടരുത്, പാകം നോക്കിയിട്ട്. പുളി പല തരത്തിലുള്ള പുളിയുണ്ട്. ചിലതിൽ നല്ല പുളി ഉണ്ടാവും, ചിലത് മധുരമുള്ള പുളി ഉണ്ടാവും. അപ്പം മധുരമുള്ള പുളിയാണെങ്കിൽ അതിലേക്ക് കുറച്ച് മധുരം ഇട്ടാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണയിൽ 2 ഉണക്കമുളക് പൊട്ടിച്ച് മൂപ്പിക്കാൻ വയ്ക്കും. 2-3 ഉണക്കമുളക് ഇട്ടിട്ട് മൂപ്പിച്ചിടുക. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉലുവ, കുറച്ച് കടുക്, ഇതൊക്കെ ഇട്ടിട്ട് വേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി താളിച്ചിട്ട് ഇതിലൊഴിക്കാം. അപ്പം തന്നെ അടച്ച് വയ്ക്കാം. മുളക് മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് മൂത്തു, വേപ്പിലയും ഇതൊക്കെ ഇനി ഉലുവയും കടുകും കൂടി ചേർത്ത് അതിൽ പാകമായിരിക്കുന്ന ഇഞ്ചിമ്പുളിക്ക് ചേർക്കാം, അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണിത്. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണക്കാലമായിട്ട് ഒക്കെ നല്ല വിഭവങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ഓണത്തിന് വേണ്ട വിഭവത്തിലേക്ക് ഇപ്പോൾ ഒരെണ്ണം കൂടി ആയിട്ടുണ്ട്. സാമ്പാർ, എരിശ്ശേരി, മത്തങ്ങ പുളിശ്ശേരി, ഇഞ്ചമ്പുളി, പിന്നെ അവിയൽ, വെള്ളഷ്ടി, ഇതെല്ലാം ഞാൻ ഓണത്തിൻ്റെ വിഭവത്തിലേക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചമ്പുളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അത് ചൂടാറുമ്പോൾ ഒന്നും കട്ടിയാവും. ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല, ചൂട്ടോടെ എടുക്കുന്ന പോലെയല്ല. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ നല്ല കുറുകി വരും. എന്താ അത് അടുപ്പത്ത് ചൂട്ടോടെ വെച്ച പോലെയല്ല. ഇപ്പോൾ പ്ലേറ്റിലിടുമ്പോൾ നല്ല കുറുകി ഒരു ഇതാണ്. ഇതിപ്പോൾ ഒരു മാസത്തോളമൊക്കെ ഇരിക്കും. വെള്ളം ഉണ്ടെച്ചെങ്കിലാണ് പെട്ടെന്ന് കേടുവരിക. ഇതിപ്പോൾ അങ്ങനെ നല്ല വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മധുരമൊക്കെ നമുക്ക് പാകമാക്കിയിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. മധുരം പാകമാവണതിൻ്റെ മുന്നേ വെള്ളം വറ്റുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര ഇട്ടിട്ട് വീണ്ടും വലിച്ച് കൊണ്ടുവരിക. ഈ പാകത്തിലാക്കിയിട്ട് എടുക്കാം. ശർക്കരയും ഉപ്പും പുളിയൊക്കെ പാകം നമ്മുടെ വായയുടെ ടേസ്റ്റിനനുസരിച്ച്, ഇഞ്ചമ്പുളി കഴിച്ചിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ആവുന്ന വരെ ചേർക്കുക. അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരളവ് പറയാൻ പറ്റില്ല, ശർക്കര ഉപ്പൊന്നും. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.